അപ്പൊ നമുക്ക് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അല്ലെ. നമ്മൾ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് അതിന്റെ 4ാമത്തെ യൂണിറ്റ് അസീറിയൻസിനെയും അക്കാഡിയൻസിനെയും കുറിച്ചാണ് പറയാനുള്ളത്. അസീറിയൻസ് ആൻഡ് അക്കാഡിയൻസ് 4ാമത്തെ യൂണിറ്റ്. നമുക്ക് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ കുറിച്ച് പറഞ്ഞു ഒരുപാട് സിറ്റി സ്റ്റേറ്റ്സ് ഇതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ. മെസപ്പൊട്ടാമിയൻ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഒരുപാട് സിറ്റി സ്റ്റേറ്റ്സ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഫോം ചെയ്ത് വന്നിട്ടുള്ള ഒരു സെന്റർ തന്നെയാണ് അക്കാഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു പുതിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈ മെസപ്പൊട്ടാമിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരികയാണ്. ഒരു നോർത്തേൺ മെസപ്പൊട്ടാമിയയിൽ നിന്ന് അവർ മൈഗ്രേറ്റ് ചെയ്ത് വന്ന് ഒരു 3000 BC-യോട് കൂടിയിട്ട് ഒരു എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അങ്ങനെ അവര് ഫൗണ്ട് ചെയ്ത സിറ്റി അല്ലെങ്കിൽ അവര് കണ്ടെത്തിയ സിറ്റിനെയാണ് അക്കാഡ് എന്ന് പറയുന്നത്. ആ എംപയർ ആണ് അക്കാഡ് എന്ന് പറയുന്നത്. ഈ അക്കാഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി പവർ ആണ്, ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി എംപയർ ആണ് അവര് സ്ഥാപിച്ചത്. അതിലെ പ്രധാനപ്പെട്ട റൂളർ സാർഗൺ ആയിരുന്നു. ഇനി അസീറിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാസ്റ്ററൽ ലൈഫ്, ഒരു ആട്ടിടയന്മാരുടെ ജീവിതം നയിച്ചിരുന്നവരാണ്. ആദ്യം അവർ ചെയ്തിരുന്ന ആട്ടിടയന്മാരുടെ ജീവിതമായിരുന്നു. പിന്നീട് അവര് അസർ എന്ന് പറയുന്ന ഒരു സിറ്റിക്ക് തുടക്കം കുറിക്കുകയാണ്. സിറ്റി ഓഫ് അസർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇവർ ഒരുപാട് അയൺ വെപ്പൺസ്, അങ്ങനെ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള മിലിറ്ററി ഉപകരണങ്ങളെല്ലാം നിർമ്മിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അസീറിയൻസ് അക്കാഡിയൻസ് എന്നൊക്കെ പറഞ്ഞാല്. ഇനി നമുക്ക് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ കുറിച്ച് ഒരു ഗ്രൂപ്പാണ് ഷാൽഡിയൻസ് എന്ന് പറയുന്നത്. ചാൽഡിയൻസ് അല്ലെങ്കിൽ ഷാൽഡിയൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഇവരോട് കൂടിയിട്ടാണ് മെസപ്പൊട്ടാമിയൻ എംപയറിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് കണക്കാക്കുന്നത്. അവരുടെ ഒരു പ്രതാപകാലം, സിവിലൈസേഷന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഇവരിലൂടെയാണ് വരുന്നത്. ഈ ഷാൽഡിയൻസിനെയാണ് ബാബിലോണിയൻ ഫേസ് എന്നും പറയപ്പെടുന്നത്. നിയോ ബാബിലോണിയൻ ഫേസ് എന്ന് പറയുന്നു. ഇവരെന്ന് പറഞ്ഞാല് പേർഷ്യൻ ഗൾഫിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. മെഡിറ്ററേനിയൻ റീജിയനിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് മെസപ്പൊട്ടാമിയയിലേക്ക് വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. 940 അല്ലെങ്കിൽ 855 BC കാലഘട്ടത്തിലാണ് ഇവര് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത്. യൂഫ്രട്ടീസ് റിവറിന്റെ ടൈഗ്രിസ് യൂഫ്രട്ടീസ് റിവറിനെ കുറിച്ച് പറഞ്ഞു. അതിൽ യൂഫ്രട്ടീസ് റിവറിന്റെ ലെഫ്റ്റ് ബാങ്കിലാണ് ഇവര്, അല്ലെങ്കിൽ അതിന്റെ ഇടത് തീരത്താണ് ഇവരുടെ എംപയർ ഇവര് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അസീറിയൻസിന്റെ ഒരു പവർ കുറയുകയും ഷാൽഡിയൻസിന്റെ പവർ കൂടി വരികയുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നത്. ഒരു 852 BC-യിലൊക്കെയാണ് ഇവരുടെ ഭരണം ഉറപ്പിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് ഇവരുടെ ഭരണം ഇവര് ഉറപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഷാൽഡിയൻസിന്റെയാണ് മെസപ്പൊട്ടാമിയയുടെ ഒരു ഫൈനൽ സ്റ്റേജ് ഓഫ് റൂൾ എന്ന് പറയുന്നത് ഈ ഷാൽഡിയൻസിലൂടെയാണെന്ന് പറഞ്ഞു. ഒരു നിയോ ബാബിലോണിയൻ പീരീഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നതെന്നും പറഞ്ഞു. ഈ ഷാൽഡിയൻസ് ആണ് ബാബിലോണിയൻ എംപയറിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം പിന്നീട് തിരിച്ചെടുക്കുകയും അവർ റീകൺസ്ട്രക്ട് ചെയ്യുന്നത്, ബാബിലോണിയനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ ഷാൽഡിയൻസ് ആണ്. അവരവിടുത്തെ ലീഗൽ സിസ്റ്റം, പഴയ ലീഗൽ സിസ്റ്റം, അവിടുത്തെ അഗ്രികൾച്ചർ സിസ്റ്റം ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് റീസ്ട്രക്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഷാൽഡിയൻസ്. ഇനി നമുക്ക് ഷാൽഡിയൻ കിങ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ചാൽഡിയൻ കിങ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട റൂളറാണ് നെബുഷാഡ്നെസർ അല്ലെങ്കിൽ നെബുചാഡ്നെസർ എന്നൊക്കെ പറയുന്ന റൂളർ. NEBUCHADNEZAR നെബുഷാഡ്നെസർ രണ്ടാമൻ, അതാണ് പ്രധാനപ്പെട്ട റൂളർ. 605 മുതൽക്ക് 562 BC വരെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു മിലിറ്ററി കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരിക്കുന്നതിന് പ്രാധാന്യം കൊടുത്ത ഒരാളാണ്. ഒരു മിലിറ്ററി എക്സ്പെഡിഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. ജൂയിഷിന്റെ ഹിസ്റ്ററിയുമായിട്ട്, ജൂതന്മാരുടെ ഹിസ്റ്ററിയുമായിട്ട് ഇവർക്ക് വളരെ ഒരു ബന്ധമുണ്ട്, അടുത്തൊരു ബന്ധമുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇസ്രായേൽ ആക്രമിക്കപ്പെടുന്നത്, ജെറുസലേം ആക്രമിക്കപ്പെടുന്നത്. അങ്ങനെ ജെറുസലേം ആക്രമിച്ചിട്ട് അവിടെ നിന്നുള്ള ഒരുപാട് ജൂതന്മാരെ തടവുകാരായിട്ട് ഇവർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഈ നെബുഷാഡ്നെസർ രണ്ടാമന്റെ കാലഘട്ടത്തിൽ. അപ്പൊ ജെറുസലേം ആക്രമിച്ചിട്ട് ജൂതന്മാരെ തടവുകാരായിട്ട് കൊണ്ടുവരികയാണ്. 526 BC-യിലാണ് ഇത് സംഭവിക്കുന്നത്, 526 BC-യിൽ. അങ്ങനെ തടവുകാരായിട്ട് കൊണ്ടുവന്ന് അവരെ കുറെ കാലം തടവിൽ പാർപ്പിക്കുന്നുണ്ട്. ആ ഒരു ഇൻസിഡന്റിനെയാണ് ബാബിലോണിയൻ ക്യാപിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോ ജൂയിഷ് പീപ്പിളിനെ, ജൂതന്മാരെ ഈ തടവുകാരായിട്ട് ഇവർ കൊണ്ടുവരുന്ന ഈ ഷാൽഡിയൻ രാജാക്കന്മാർ കൊണ്ടുവരുന്ന ഈ ഒരു സംഭവത്തിനെയാണ് ബാബിലോണിയൻ ക്യാപിറ്റിവിറ്റി എന്ന് പറയുന്നത്. അവർ ഒരുപാട് കാലം അവിടെ ദ്രോഹിച്ചുകൊണ്ടാണ് അവരെന്നെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്, ജൂതന്മാരെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം ഇവരില് കുറച്ചു പേരെ മാത്രമാണ് തിരിച്ച് ഇസ്രായേലിലേക്ക് വിട്ടു നൽകുകയും ചെയ്തത്. അപ്പൊ ബാക്കിയുള്ളവരാണ് ഇവിടെ തന്നെ പിടിച്ചു വെക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പൊ ഇസ്രായേലിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പഴയ റെക്കോർഡ്സ് എടുത്ത് നോക്കുമ്പോൾ
12 ട്രൈബ്സിനെ 12 വംശങ്ങളെ അവിടുന്ന് പിടിച്ചോണ്ട് വന്നിട്ട് 2 എണ്ണത്തിനെ മാത്രമാണ് തിരിച്ചു കൊടുത്തത് എന്നാണ് പറയുന്നത്. അപ്പൊ 12 പേരെ പിടിച്ചുകൊണ്ട് വന്ന് 2 ട്രൈബ്സിനെ മാത്രമാണ് ഇസ്രായേലിലേക്ക് തിരിച്ചു പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ റെക്കോർഡ്സിൽ ഈ ഒരു ഇൻസിഡന്റിനെ ലോസ്റ്റ് 10 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്നാണ് അറിയപ്പെടുന്നത്. നഷ്ടപ്പെട്ട 10 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. ലോസ്റ്റ് 10 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ബാബിലോണിയൻ ക്യാപിറ്റിവിറ്റിയും ഈ ട്രൈബ്സിന്റെ മിസ്സിംഗ് ഒക്കെ ഈ ഒരു എംപയറിനെ അല്ലെങ്കിൽ ഷാൽഡിയൻ കിങ്സിനെ ജൂതന്മാരുടെ ഹിസ്റ്ററിയുമായിട്ട് വളരെ ബന്ധപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലിയോണാർഡ് വൂളി ആയിരുന്നു മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ കണ്ടെത്തിയ വ്യക്തി എന്ന് പറഞ്ഞല്ലേ. അദ്ദേഹത്തിന് കണ്ടെത്തിയ സമയത്ത് കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കൾച്ചർ ആയിരുന്നു ഹാങ്ങിങ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ എന്ന് പറയുന്നത്. അവിടുത്തെ ഗാർഡൻസ്, അതായത് പൂന്തോട്ടങ്ങൾ, അത് അന്നത്തെ കാലത്തെ വണ്ടേഴ്സ്, അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. 7 വണ്ടേഴ്സ് ഇൻ ദി ഏൻഷ്യൻ വേൾഡ്. ഏൻഷ്യൻ വേൾഡിനെ എടുത്ത് നോക്കുമ്പോൾ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ഹാങ്ങിങ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ എന്ന് പറയുന്നത്. അതും ഈ ഷാൽഡിയൻ കിങ്സിന്റെ കാലഘട്ടത്തിലാണ് നിലനിന്നിരുന്നത്. അത് ലിയോണാർഡ് വൂളിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഈ നെബുഷാദ്നേസറിന്റെ മരണം 561 BC അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. അതിനുശേഷം പിന്നീട് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു റൂളേഴ്സ് ഒന്നും ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല. അപ്പൊ ഇതാണ് ഷാൽഡിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ നെക്സ്റ്റ് ഒരു ഇതാണ് അസീറിയൻസ് എന്ന് പറയുന്നത്. അസീറിയൻസിന്റെ വരും. അസീറിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു അസീറിയൻസിനെ കുറിച്ച്. കാസൈറ്റ്സ് എന്ന് പറയുന്ന വിഭാഗം ബാബിലോണിയന്റെ ഹമ്മുറാബിയുടെ റൂളിന് ശേഷം, നമ്മൾ ഹമ്മുറാബിയുടെ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഡ് ഓഫ് ലോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹമ്മുറാബിയുടെ റൂളിന് ശേഷം പിന്നീട് ബാബിലോണിയൻ അത്ര ഒരു വലിയൊരു എംപയറും ശക്തിയുള്ള എംപയറും ഒന്നും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. അത്തരം ഒരു സാഹചര്യത്തില് കാസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ വരികയും പുതിയൊരു എംപയർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു ഡൈനാസ്റ്റിക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നുണ്ട്. സാഗേഴ്സ് എന്ന് പറയുന്ന സാഗേഴ്സ് മൗണ്ടൻസിന്റെ അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ കാസൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നോർത്തേൺ പാർട്ടിൽ നിന്ന്, വടക്ക് ഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു അവർ 400 വർഷത്തോളം അവിടെ ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാസൈറ്റ്സിന്റെ സമയത്താണ് ബാബിലോണിയൻ ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവിടുത്തെ ലിറ്ററേച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലേ. അതിൽ ബാബിലോണിയൻ ലിറ്ററേച്ചറിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ളതാണ് ക്രിയേഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഉണ്ടായതിനെ കുറിച്ച്. എപ്പിക് ഓഫ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒന്ന്. എനുമ എലീഷ് എന്നാണ് ആ ലിറ്ററേച്ചർ വർക്കിനെ പറയുന്നത്. എനുമ എലീഷ് എന്നാണ് പറയുന്നത്. 1157 BC കാലഘട്ടത്തിലൊക്കെ ഈ അസീറിയൻസ് ഒരു മേജർ മിലിറ്ററി പവർ ആയിട്ട് ഉയർന്നു വരുന്നുണ്ട്. കാസൈറ്റ്സിന്റെ ഒക്കെ ഒരു ഒരു മേജർ മിലിറ്ററി പവർ ആയിട്ടാണ് ഇവർ ഉയർന്നു വരുന്നത്. 9 to 7 സെഞ്ചുറീസിൽ 9 to 7 സെഞ്ചുറീസ് കാലഘട്ടത്തിലാണ് ബാബിലോണിൽ ഇവരൊരു പ്രധാന ശക്തിയായിട്ട്, അല്ലെങ്കിൽ ഇവരൊരു ഭരണ സമയം എന്ന് പറയുന്നത് ഇതാണ്. ഇതിലെ ലാസ്റ്റ് റൂളറാണ് എഷർബാനിപ്പൽ എന്ന് പറയുന്ന ആള്. എഷർബാനിപ്പൽ എന്ന് പറയുന്ന ആളാണ് ഇവരുടെ ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഒരു സിവിൽ വാർ ഉണ്ടാകുന്നതും സിറ്റി, അവിടുത്തെ പോപ്പുലേഷനും സിറ്റിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രതാപം ഇല്ലാതാകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ 7th സെഞ്ചുറിയോട് കൂടിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആരാണ് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത്? എഷർബാനിപ്പൽ. ASCHURBANIPAL അങ്ങനെ ഒരു സ്പെല്ലിംഗ് ആണ് അതിനെ കുറിച്ച് വരുന്നത്. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. തന്നെ ഓരോരുത്തരും ഓരോ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിനു ശേഷം വന്നിട്ടുള്ള റൂളറാണ് നെബുഷാദ്നസർ രണ്ടാമൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു റൂളിംഗ് രീതിയെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് പ്രധാനമായിട്ടും ഈ അസീറിയൻ എംപയറിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും പഴയ ടെമ്പിളുകളുടെ റീകൺസ്ട്രക്ഷൻ, അതുപോലെ സിഗുറത്തിന്റെ റീകൺസ്ട്രക്ഷൻ എല്ലാം നടന്നിട്ടുണ്ട്. സിഗുറാത്തിന്റെ റീകൺസ്ട്രക്ഷനും പഴയ ടെമ്പിളുകളുടെ റീകൺസ്ട്രക്ഷനും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ഇനി അസീറിയൻ എംപയർ അതിന്റെ ഗ്ലോറി, അതിന്റെ ഒരു പ്രതാപം പീക്കിലെത്തുന്ന സമയത്ത് ഇവരുടെ എംപയർ എവിടെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു പോയിട്ടുണ്ട്. ഇറാന്, ഇറാഖ്, ലെബനൻ, ഇസ്രായേൽസിന്റെ ഒരുപാട് പാർട്സ്, തുർക്കി, ഈജിപ്ത് വരെ ഇവരുടെ എംപയർ വിസ്തീർണം നടത്തിയിട്ടുണ്ട് എന്ന് പറയാം. അതിന്റെ ഒരു ഗ്ലോറിഫൈഡ് പീരീഡിൽ, അസീറിയൻ കിങ്ഡത്തിന്റെ ഗ്ലോറിഫൈഡ് പീരീഡിൽ. അപ്പൊ 5000 BC തുടങ്ങി അല്ലെങ്കിൽ 3000 BC എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കിങ്ഡം പിന്നീട് അതിന്റെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു എംപയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ഥിതിയാണ് കാണുന്നത്. ഇനി അസീറിയന്റെ ഭരണ കാലഘട്ടത്തിന് നമ്മൾ 5000 BC മുതൽക്ക് തന്നെ എംപയറിന്റെ ഒരു കാലഘട്ടം തുടങ്ങിയിരിക്കുന്നു അല്ലെ. അപ്പോൾ ഈ ഒരു എംപയറിനെ പ്രധാനമായിട്ടും ഏർലി കിങ്ഡം, ഓൾഡ് കിങ്ഡം, മിഡിൽ കിങ്ഡം, നിയോ അസീറിയൻ കിങ്ഡം, പോസ്റ്റ് ഇമ്പീരിയൽ പീരീഡ് അങ്ങനെ 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്?
എയർലി കിങ്ഡം അത് 2600 ടു 2025 BC വരെയുള്ള കാലഘട്ടമാണ്. ഓൾഡ് കിങ്ഡം 2025 ടു 1364 BCE വരെയുള്ളതാണ്. മിഡിൽ കിങ്ഡം 1363 ടു 912 BCE വരെയാണ്. നിയോ അസീറിയൻ കിങ്ഡം 911 ടു 609 BCE വരെയാണ്. പോസ്റ്റ് ഇമ്പീരിയൽ പീരീഡ് 609 ടു 240 BC. ഇത്രയാണ് അവരുടെ ഒരു തരംതിരിവ്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ബ്രോൺസ് ഏജ് മുതൽക്ക് അയൺ ഏജ് വരെയുള്ള കാലഘട്ടം എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഹിസ്റ്ററി ഫ്രം ബ്രോൺസ് ഏജ് ടു അയൺ ഏജ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വംശങ്ങൾ, ഒരുപാട് ഡൈനാസ്റ്റീസ് റൂളിലേക്ക് വരുന്നു. അവര് ചിലരൊക്കെ നല്ല രീതിയിൽ റൂളിംഗ് നടത്തുന്നു, പിന്നെ തിരിച്ചു പോകുന്നു, അങ്ങനെയൊക്കെ കാണാൻ പറ്റും. പ്രധാനമായിട്ടും രൂപപ്പെട്ടു വന്നൊരു സിറ്റിയാണ്, ഏർലിയസ്റ്റ് സിറ്റി അവർ കണ്ടെത്തിയതാണ് നിനേവെ എന്ന് പറയുന്ന സിറ്റി. മറ്റു രണ്ട് സിറ്റീസ് ആണ് അഷറും ആർബലും. അഷർ, ആർബൽ അത് അവരായിട്ട് കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുള്ള സിറ്റീസ് ആണ്. അപ്പൊ നിനേവേനെ കുറിച്ച് പറഞ്ഞു. ദെൻ മേജർ സിറ്റീസ് ദേ കൺസ്ട്രക്റ്റഡ് അഷർ ആൻഡ് ആർബൽ. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട സിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഈ മൂന്ന് സിറ്റീസും നിലനിൽക്കുന്നത് അർമേനിയ റീജിയന്റെ ഭാഗത്താണ്. അർമേനിയ റീജിയൻ, അതുകൊണ്ട് തന്നെ ഇതിനെ മൗണ്ടെയിൻസ് ഓഫ് അഷർ എന്നാണ് അറിയപ്പെടുന്നത്. മൗണ്ടെയിൻസ് ഓഫ് അഷർ എന്ന് അറിയപ്പെടുന്നു. ഇനി ഇവരുടെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞ ഇസ്രായേലൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അവരാണ് ഈ അഷർ എന്ന് പറഞ്ഞ സിറ്റി കണ്ടെത്തുന്നത്. ഏർലി അല്ലെങ്കിൽ ഓൾഡ് ആൻസിസ്റ്റർ ഓഫ് ഇസ്രായേലൈറ്റ്സ് ആണ് ഈ അഷർ സിറ്റി ഫൗണ്ട് ചെയ്യുന്നത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട സിറ്റീസ് ഏതൊക്കെയാണ്? കലാഹ്, സാബ്, അഷർ, പിന്നെ നിനേവനെ കുറിച്ച് പറഞ്ഞു, ആർബല്ല, കോർസബാദ് ആൻഡ് നിമ്രുദ്. ഇതില് നിനേവ, ആർബല, കോർസബാദ്, നിമ്രുദ് ഇത് നാല് ക്യാപിറ്റൽ സിറ്റീസ് ആയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. തലസ്ഥാനം പോലെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ ബാബിലോൺ ഈ റീജിയണില് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനും ട്രേഡ് ആക്ടിവിറ്റീസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കിങ്ഡം ആയിട്ട് പറയാമല്ലോ. നമ്മൾ ഏർലി കിങ്ഡം മുതൽക്ക് ഒരു പോസ്റ്റ് ഇമ്പീരിയൽ പീരീഡ് വരെ 5 പീരീഡ് ആയിട്ട് ഇതിനെ തരം തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതിൽ ആദ്യത്തെ പീരീഡ് ആണ് ഏർലി പീരീഡ് അല്ലെങ്കിൽ ഏർലി കിങ്ഡം എന്ന് പറയുന്നത്. 2600 ടു 2025 BC വരെയുള്ള കാലഘട്ടമാണ് അതിലെന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അവിടുത്തെ രാജാക്കന്മാർ ടെന്റുകളിലാണ് താമസിച്ചിരുന്നത്. ടെന്റ് കെട്ടിയിട്ട് രാജാക്കന്മാർ താമസിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ ക്യാപിറ്റൽ അഷർ ആയിരുന്നു. ഏർലി കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? അഷർ ആയിരുന്നു. 2500 മുതൽ 2400 എന്ന് പറയുന്നത് ഇവരുടെ ഒരു പീക്ക് ടൈം ആയിരുന്നു. റൂളിംഗിന്റെ പീക്ക് ടൈം ആയിട്ട് കണക്കാക്കാം. ട്രേഡ് ആൻഡ് കൊമേഴ്സിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു ഈ ഏർലി കിങ്ഡത്തിൽ. ഇവർ ഡെവലപ്പ് ചെയ്തെടുത്ത ട്രേഡ് കോളനീസ് ആണ് ഹത്തൂസയും കനേഷും. ഏതൊക്കെയാണ് ട്രേഡ് കോളനീസ്? ഹത്തൂസയും കനേഷും അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ട്രേഡ് കോളനീസ് ആണ്. ഇനി അസീറിയൻ കിങ്സിന്റെ ലിസ്റ്റ് അത്ര അവൈലബിൾ ആയിട്ടുള്ള 722 BCയിലാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ രാജാക്കന്മാരെ കുറിച്ചുള്ള തെളിവുകൾ അവര് ഉണ്ടാക്കിയുള്ളത്. 722 BCയിൽ എഴുതപ്പെട്ട തെളിവുകളാണ് നമുക്ക് പിന്നീട് ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ അസീറിയൻസ് ഏർലി കിങ്ഡം ടൈഗ്രിസ് നദിയുടെ അപ്പർ റീജിയനിലാണ് അവര് താമസിച്ചിരുന്നത്. അപ്പർ റീജിയൻ ഓഫ് ടൈഗ്രിസ് റിവർ, അവിടെയാണ് ഇവർ സെറ്റിൽ ചെയ്തിരുന്നത്. അപ്പൊ ഏർലി കിങ്ഡത്തെ കുറിച്ച് പറഞ്ഞു. അടുത്തതാണ് ഓൾഡ് കിങ്ഡം. ഓൾഡ് കിങ്ഡം 2025 മുതൽക്ക് 1364 BC വരെയുള്ള കിങ്ഡം ആയിരുന്നു ഓൾഡ് കിങ്ഡം എന്ന് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് അസർ എന്ന് പറയുന്ന സിറ്റി ഒരു സ്വതന്ത്ര സിറ്റി ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ഈ സമയത്ത് ഓൾഡ് കിങ്ഡത്തിന്റെ സമയത്ത് അസർ ബിക്കെയിം ഒരു ഇൻഡിപെൻഡന്റ് സിറ്റി എന്ന് പറയാം. അവിടുത്തെ റൂളർ ആയിരുന്നു പുസുർ അസർ ഒന്നാമൻ. പുസുർ അസർ ഒന്നാമന്റെ കാലഘട്ടത്തിലാണ് ഒരു ഇൻഡിപെൻഡന്റ് സിറ്റി ആവുന്നത് 2025 BCയിൽ തന്നെ. ഇനി ഇവരുടെ ഒരു അസീറിയൻ കൾച്ചറിന്റെ ഈ ഒരു കാലഘട്ടത്തിലാണ് അസീറിയൻ കലണ്ടർ ഡെവലപ്പ് ചെയ്യുന്നത്. എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? അസീറിയൻ കലണ്ടർ ഡെവലപ്പ് ചെയ്യുന്നതും ഇന്റർനാഷണൽ ട്രേഡ് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിന് ഒരുപാട് പ്രാധാന്യം ലഭിക്കുന്നതും ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇനി ഇവരുടെ ഒരു റൂൾ അല്ലെങ്കിൽ പുസൂക്ക് അസർ ഒന്നാമന്റെ റൂളിനോട് കൂടിയിട്ട് എമോറൈറ്റ്സ് എന്ന് പറയുന്ന വിഭാഗക്കാർ വന്ന് അറ്റാക്ക് ചെയ്യുകയും ആ ഒരു റൂളിനൊരു മങ്ങലേൽക്കുകയും ചെയ്യുന്നുണ്ട് 1808 BCയിൽ. അപ്പൊ പുസുർ അസർ ഒന്നാമന്റെ കാലഘട്ടത്തിൽ 1808 BCയിൽ ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണ് എമോറൈറ്റ്സിന്റെ ഭാഗത്തുനിന്ന്. അത് ഇവരുടെ കാലഘട്ടത്തിൽ ഈ ഒരു എംപയറിന്റെ തകർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്ലോറിഫിക്കേഷനൊക്കെ ഒരു കുറവ് വരാനായിട്ട് കാരണമാകാണ്. ഇനി അടുത്തത് മിഡിൽ കിങ്ഡം ആണ്. മിഡിൽ കിങ്ഡം 1363 BCയിൽ തുടങ്ങുന്ന ഒരു കിങ്ഡമാണ് മിഡിൽ അസേറിയൻ കിങ്ഡം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് രാജാവിന്റെ പദവി അല്ലെങ്കിൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനൊക്കെ ഒരുപാട് പവർ ലഭിക്കുന്ന ഒരു സമയമാണ്.
കുറച്ചും കൂടെ മാർഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മിലിറ്ററി കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊരു ഡെവലപ്മെന്റ് ഈ ഒരു കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തില് മേജർ റൂളേഴ്സ് ആണ് അദാസ് നിരാരി ഒന്നാമൻ, ഷൽമൻസീർ തുടങ്ങിയവരൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആയിരുന്നു. അതില് നിയർ ഈസ്റ്റിന്റെ ഭാഗത്താണ് ഇവരുടെ ഒരു എംപയർ സ്ഥാപിച്ചെടുക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തില് ഈ മിഡിൽ കിങ്ഡത്തിന്റെ സമയത്ത് എൻലിൽ എന്ന് പറയുന്ന ദൈവത്തിനെ ഒരു മിലിറ്ററി ദൈവമായിട്ട് ഇവര് സ്ഥാപിക്കുന്നുണ്ട്. എൻലിൽ എന്ന് പറയുന്ന ദൈവത്തിനെ മിലിറ്ററി ദൈവമാക്കണം. അതുവരെ ആ ദൈവം എന്തായിരുന്നു? എഗ്രികൾച്ചറൽ ദൈവമാണ്. എഗ്രികൾച്ചർ ഡീറ്റീനെ ഒരു മിലിറ്ററി ഡീറ്റി ആയിട്ട് ഇവര് ട്രാൻസ്ഫർ ചെയ്യുന്നത് മിഡിൽ കിങ്ഡത്തിന്റെ സമയത്താണ്. പിന്നെ ഈ സമയത്ത് ഗവർണർ എന്നൊരു പോസ്റ്റും ഇവര് പുതുതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ ഇവരുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഗവർണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൊണ്ടുവരികയാണ്. ഇനി മറ്റൊരു റൂളറാണ് തിഗ്ലത് പിലെസർ ഒന്നാമൻ. തിഗ്ലത് പിലെസർ ഒന്നാമൻ അസീറിയയിലെ ഒരു റൂളറാണ്. 1100 BC കാലഘട്ടത്തിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു റൂളറാണ്. ഈ ഒരു സമയത്ത് മിലിറ്ററി എക്സ്പെഡീഷൻസ് അഗൈൻസ്റ്റ് സിറിയ, പലസ്തീൻ, സിറിയ പലസ്തീൻ ഭാഗങ്ങളിലേക്കൊക്കെ സൈനിക ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ മിഡിൽ കിങ്ഡത്തിന്റെ സമയത്ത്. അങ്ങനെ ഒരു എക്സ്പാൻഡിങ് എംപയർ എന്നൊരു പോളിസി മിഡിൽ കിങ്ഡത്തിന്റെ സമയത്ത് അസീറിയൻസ് തുടങ്ങുന്നുണ്ട്. ഇനി നാലാമത്തെ സ്റ്റേജ് ആണ് നിയോ അസീറിയൻ എംപയർ എന്ന് പറയുന്നത്. നാലാമത്തതാണ് നിയോ അസീറിയൻ എംപയർ പറയുന്നത്. ഈ ഒരു സമയത്ത് 911 BCയോട് കൂടിയിട്ടാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അദത് നിനാരി രണ്ടാമന്റെ കാലഘട്ടം എന്ന് നമുക്ക് ഇതിലൂടെ പറയാം. അദത് നിനാരി രണ്ടാമൻ അധികാരത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. ഇതാണ് ഒരു ഗ്രേറ്റസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഗ്രേറ്റസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നിയോ അസീറിയൻ എംപയർ ആണ്. ലാസ്റ്റ് ഗ്രേറ്റസ്റ്റ് ഫേസ് എന്ന് പറയാം നമുക്ക്. പക്ഷെ ഇതാണ് എന്താ പറയുക, കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിറ്റി സ്റ്റേറ്റ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഈ സമയത്തും എന്താ പറയാ, ഈ മെസപ്പൊട്ടാമിയൻ എംപയർ മെസപ്പൊട്ടാമിയ, ലെവന്റ്, ഈജിപ്ത്, അനാട്ടോളിയ, അറേബ്യ, ഇന്നത്തെ ഇറാനിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഇവരുടെ കീഴിലേക്ക് വരുന്നുണ്ട്. ഈ നിയോ അസീറിയൻ എംപയറിന്റെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആണ് എഷർ നസിപാൽ രണ്ടാമൻ, ഷാൽമൻസീർ മൂന്നാമൻ, തിഗ്ലത് പിലെസർ മൂന്നാമൻ, ഷാൽമൻസീർ നാലാമൻ, സാർഗൻ രണ്ടാമൻ, പിന്നെ എഷർഹഡണ്, പിന്നെ അസർബാനിപ്പൽ തുടങ്ങിയവരൊക്കെ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ്. ഇതില് തിഗ്ലത് പിലെസ്റ്റർ മൂന്നാമന്റെ കാലഘട്ടം, തിഗ്ലത് പിലെസ്റ്റർ മൂന്നാമൻ 745 മുതൽക്ക് 727 BC വരെയുള്ള ഇദ്ദേഹത്തിന്റെ കാലഘട്ടം അസീറിയയിലെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റിഫോംസിന്റെ ഒരു കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമായിട്ട് പറയാൻ പറ്റും. ജിയോഗ്രഫിക്കൽ ഏരിയ, അവരുടെ ഭൂമി, അവർ കൈയടക്കിയിട്ടുള്ള ടെറിട്ടറീസ് വികസിപ്പിക്കുക, അവരങ്ങനെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് അവർ വികസിപ്പിച്ചെടുക്കുന്ന ഒരു സമയമാണ് ഇത്. അതേപോലെ തന്നെ ഇവർക്ക് ഒരു സ്റ്റാൻഡിങ് ആർമി, ഒരു സ്ഥിരതയുള്ള ഒരു ആർമീനെ ഇവര് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു റൂളറാണ് ഷെനാഷെറീബ് എന്ന് പറയുന്ന റൂളർ. അദ്ദേഹത്തിന്റെ അച്ഛനായുള്ള സാർഗണെ പിന്തുടർന്നുകൊണ്ടാണ് അധികാരത്തിലേക്ക് വരുന്നത്. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ എംപയർ പലസ്തീൻ ഭാഗത്തിലേക്കും ഏഷ്യൻ മൈനർ ഭാഗത്തിലേക്കും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഈ സാൻഷെറീബ് എന്ന് പറയുന്ന ആള് ബാബിലോണിയ എന്ന് പറയുന്ന നഗരം നശിപ്പിക്കുകയും നിനേവ എന്ന് പറയുന്ന സ്ഥലം ക്യാപിറ്റൽ സിറ്റി ആയിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ബാബിലോണിന് പകരം നിനേവ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് കൊണ്ടുവരുന്നത് ഇദ്ദേഹമായിരുന്നു. ഇനി ഗാർഡൻസ്, ചെടികൾ, പ്ലാന്റിംഗ് ട്രീസ്, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിനേവ എന്ന് പറയുന്ന സെന്ററിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ളതാണ്. ഇനി അടുത്ത റൂളറാണ് എഷാർഹഡൺ എന്ന് പറയുന്ന റൂളർ. 680 മുതൽക്ക് 669 BC വരെ എഷാർഹഡൺ എന്ന് പറയുന്ന റൂളർ അസീറിയൻ എംപയറിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട റൂളർ ആയിട്ട് പറയുന്നത്. ഇദ്ദേഹം ആദ്യം ബാബിലോണിലെ ഗവർണർ ആയിട്ടാണ് വരുന്നത്. ബാബിലോണിലെ ഗവർണർ ആയിട്ടാണ് വന്ന് പിന്നീട് അവിടുത്തെ റൂളറായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഈജിപ്തിനായിട്ടുള്ള കോൺക്വസ്റ്റ് ഓഫ് ഈജിപ്തിനായിട്ടുള്ള കോൺക്വസ്റ്റ് ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഇദ്ദേഹത്തിനെ കുറിച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എഷാർഹഡന്റെ ഫേമസ് ആയിട്ടുള്ള കാര്യം എന്നാണ് കോൺക്വസ്റ്റ് ഓഫ് ഈജിപ്ത് ആണ്. ദെൻ അദ്ദേഹമാണ് ബാബിലോൺ, അതായത് സെനാഷെറീബ് തകർക്കുന്ന ബാബിലോൺ എന്ന് പറയുന്ന സിറ്റിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നത് ഇദ്ദേഹമായിരുന്നു. ഇനി അടുത്തത് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ റൂളറാണ് അസർബാനിപ്പാൽ എന്ന് പറയുന്ന റൂളർ. 669 to 627 BCയിൽ അസീറിയൻ വംശത്തിലെ ലാസ്റ്റ് ഗ്രേറ്റ് റൂളറായിട്ട് കണക്കാക്കുന്നത് ഇദ്ദേഹത്തിനെയാണ്.
ഇദ്ദേഹത്തിന്റെ സമയത്താണ് സുമേറിയൻ സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ റീഡബിൾ ആയിട്ടുള്ള സുമേറിയൻ സ്ക്രിപ്റ്റ് എല്ലാം ലഭിക്കുന്നത്. ലൈബ്രറിയിൽ ഇത്തരത്തിലുള്ള ഫലകങ്ങൾ, അവിടുത്തെ ക്ലേ ടാബ്ലറ്റ്സ് ഒക്കെ ലൈബ്രറിയിൽ അടക്കി വെച്ചിരുന്ന ഒരു രീതി, അപ്പൊ ഒരു ലൈബ്രറി സെറ്റപ്പ് ഇദ്ദേഹം തുടങ്ങിയതായിട്ട് നമുക്ക് കാണാം. ഈ ലൈബ്രറി ഓഫ് അസർബാനിപ്പൽ എന്നാണ് പിന്നീട് അറിയപ്പെടുന്നത്. അപ്പൊ ലൈബ്രറി സിസ്റ്റവും ഇതെല്ലാം എടുത്തു വെക്കുന്ന ഈ ഫലകങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ഒരു രീതിയും ഇദ്ദേഹത്തിന്റെ കാലഘട്ടം അല്ലെങ്കിൽ നിയോ അസീറിയൻ എംപയറിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ അസീറിയൻ സിവിലൈസേഷന്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ അസീറിയൻ സിവിലൈസേഷൻ ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങൾ പറഞ്ഞാൽ കിങ്ഡം എങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്തത് അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് പൊളിറ്റിക്കൽ സ്ട്രക്ചർ, പൊളിറ്റി എങ്ങനെയായിരുന്നു എന്ന് പറയാം. അസീറിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി സ്റ്റേറ്റ് ആണ്, ഒരു സൈനിക സ്ഥലമായിരുന്നു അസീറിയൻ എംപയർ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, കേന്ദ്രീകരിച്ചുകൊണ്ടും അതേസമയം വളരെ ഓർഗനൈസ് ആയിട്ടും കൂടിയാണ് അവരിവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഒരുപാട് റോഡ്സ്, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ഡെവലപ്മെന്റിന് അവർ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡ്സ്, ഇൻലാൻഡ് റോഡ്സ് ഒക്കെ അവർ ഡെവലപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മിലിറ്ററി എക്സ്പെഡിഷൻസിന് അല്ലെങ്കിൽ മിലിറ്ററിക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് വേണ്ടുന്ന ഉപകരണങ്ങൾ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്ന വാളുകൾ തുടങ്ങിയവയൊക്കെ അവർ നിർമ്മിച്ചെടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അവര് ഈ ഒരു മിലിറ്ററി സിസ്റ്റം നിലനിർത്താൻ വേണ്ടിയിട്ട് കില്ലിങ്, അതുപോലെ സ്ലേവറി തുടങ്ങിയവയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു പ്രധാന സിസ്റ്റം ആയെന്ന് പറഞ്ഞാൽ ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മിഡിൽ കിങ്ഡത്തോട് കൂടിയിട്ടൊക്കെ ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന സിസ്റ്റം ഇവർക്ക് ഉണ്ടായിരുന്നു. ഓരോ പ്രൊവിൻസസിലും രാജാവ് ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യായിരുന്നു ആ ഒരു പ്രൊവിൻസിന്റെ ഭരണത്തിന് വേണ്ടിയിട്ട്. ഈ ഗവർണേഴ്സ് രാജാവിനോട് വളരെ കൂറുള്ള ആളായിരിക്കും, ലോയൽ ടു ദി കിങ്ങിനോട് അനുസരണയും കൂറുള്ള ആൾക്കാരെയാണ് ഗവർണർമാരായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കിങ്ങിനെ അഡ്വൈസ് ചെയ്യാൻ, ഉപദേശം നൽകാൻ വേണ്ടി സ്ക്രൈബ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. സ്ക്രൈബ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എഴുത്തുകാരുടെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉപദേശകരായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് സ്ക്രൈബ്സ് എന്ന് പറയുന്നത്. കിങ്ങിന് വേണ്ടുന്ന അഡ്വൈസസ് നൽകുന്ന ആൾക്കാരാണ്. ഇനി അവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള്, അസീറിയയിലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്നവരെ ട്രഷറേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്താണ് ട്രഷറേഴ്സ്? സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവര്. മറ്റ് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവരെ ഡെലിഗേറ്റ്സ് എന്നാണ് പറയുന്നത്. എന്താണ് ഡെലിഗേറ്റ്സ് എന്നാണ്. മറ്റ് ഡിപ്ലോമാറ്റിക് അഫയേഴ്സ്, മറ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതിനെ ഡെലിഗേറ്റ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കും, അസീറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ രാജാവിന് 120ഓളം സിവിൽ അസിസ്റ്റൻസ്, പേഴ്സണൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് 120ഓളം പേരുണ്ടായിരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്, അവിടുത്തെ ഭരണം എന്ന് പറയുന്നത്. ഇനി സൊസൈറ്റി ആൻഡ് എക്കോണമി, എങ്ങനെയാണ് അവിടുത്തെ സമൂഹം, എക്കോണമി എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു മിലിറ്ററി എക്സ്പെഡിഷൻസിന് ഒരുപാട് പ്രാധാന്യം നൽകിയിരുന്നു. അതിനു വേണ്ടിയിട്ട് വെൽത്തുകളൊക്കെ അവർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് റിസോഴ്സസ് ഒക്കെ ഈ മിലിറ്ററിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിലിറ്ററിയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് റിസോഴ്സസ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓവർ യൂസേജ് ഓഫ് റിസോഴ്സസ് ഈ ഒരു കിങ്ഡത്തിന്റെ തകർച്ചയ്ക്കും കാരണമായതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ മിലിറ്ററിയുടെ ഉള്ളിൽ ഒരുപാട് കറപ്ഷൻ, അഴിമതി നടന്നതായിട്ടും കാണാൻ സാധിക്കും. ആദ്യമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് കൂടുതലും കറപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഴിമതി നടത്തിയിട്ടുള്ള ഒരു ഭരണമായിരുന്നു കാണാൻ സാധിക്കുക. അവർ കൂടുതലും ലക്ഷൂറിയസ് ആയിട്ടുള്ള, വളരെ ഉയർന്ന ഒരു ആർഭാടപൂർവ്വമായിട്ടുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അടിമകൾ ഉണ്ടായിരുന്നു മെസൊപ്പൊട്ടാമിയ സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ. അസീറിയൻസിന്റെ കീഴിൽ, എംപയറിന്റെ കീഴിലും അടിമകൾ ഉണ്ടായിരുന്നു. ഈ അടിമകൾക്ക് യാതൊരു വിധത്തിലുള്ള റൈറ്റ്സും നൽകിയിട്ടുണ്ടായിരുന്നില്ല. അടിമകളുടെ ജീവിതം കൂടുതൽ മിസറബിൾ, ഒരു കഷ്ടപ്പാട് നിറഞ്ഞതാവുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഈ അടിമകൾക്ക് ഭൂമിയോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും തന്നെ നൽകിയിരുന്നില്ല. അടിമകളെ തന്നെ 2 ടൈപ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഡൊമസ്റ്റിക് സ്ലേവ്സും ഉണ്ട്, പ്രിസണേഴ്സ് ആയിട്ട് വെക്കുന്നവരുണ്ട്. പ്രിസണേഴ്സ് ആയിട്ടുള്ളവരെ കൊണ്ടുവരുന്നുണ്ട്. ഡൊമസ്റ്റിക് സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നവരെയാണ് ഡൊമസ്റ്റിക് സ്ലേവ്സ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന പ്രിസണേഴ്സ് ആണ്. അപ്പൊ 2 സ്ഥലങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ തോറ്റു പോകുന്ന സ്ഥലത്തില് പ്രിസണേഴ്സ് ആയിട്ട് കിടക്കുന്നവരൊക്കെ ഇവർ പിടിച്ചുകൊണ്ട് വരും അടിമകളാക്കിയിട്ട്. അങ്ങനത്തെയാണ് സ്ലേവ്സും ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ സ്ലേവ്സിന്റെ ജീവിതം കൂടുതൽ മിസറബിൾ ആയിരുന്നു. സ്ത്രീകളും ഒരുപാട് ഫ്രീഡം ഒന്നും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പോളിഗമി സിസ്റ്റം അല്ല ഇവിടെ സൊസൈറ്റിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പോളിഗമി സിസ്റ്റം അല്ല
ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു അവിടുത്തെ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് അസേറിയൻ എംപയറിന്റെ സമയത്ത് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ സർക്കിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുകയും അതിന് 360 ഡിഗ്രി ഉപയോഗിച്ചുകൊണ്ട് തരംതിരിക്കുന്ന ഒരു സിസ്റ്റവും സർക്കിളും 360 ഡിഗ്രിയിൽ അതിനെ അളക്കുന്ന ഒരു സിസ്റ്റം എല്ലാം ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ലാറ്റിറ്റ്യൂഡ്സ്, ലോങ്കിറ്റ്യൂഡ്സ് അങ്ങനത്തെ ഉള്ള ഐഡിയാസ് ഒക്കെ ഇവർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. 5 പ്ലാനറ്റുകൾ ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. മീൻസ് 5 പ്ലാനറ്റുകൾക്ക് ഇവർ നെയിമിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇവർ കണ്ടെത്തിയിട്ട് 5 പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു. ദെൻ മെഡിസിന്റെ ഫീൽഡിലും ഹെർബൽ പ്ലാന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് മെഡിസിന്റെ മേഖലയിലും ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരുന്നു. 500ഓളം ഡ്രഗ്സ് ഈ ആനിമൽസിനെ പ്ലാന്റ്സിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ്സ് അതുപോലത്തെ വെജിറ്റബിൾസിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്ന 500ഓളം ഡ്രഗ്സും ഇവർ ലിസ്റ്റ് ചെയ്തിട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇവരുടെ സയന്റിഫിക് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിലെ പറയുമ്പോൾ ഒരുപാട് സ്കൾപ്ചേഴ്സ്, ഫിഗറിൻസ്, അതായത് യുദ്ധത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരുപാട് സ്കൾപ്ചേഴ്സ് അതിനെ വരച്ചു വെക്കുക. അതായത് ബ്രേവറി, അവരുടെ ഒരു വീര്യം എന്നൊക്കെ പറയില്ലേ, യുദ്ധത്തിനായിട്ട് ബന്ധപ്പെടുന്ന അവരുടെ ഒരു അച്ചീവ്മെന്റ്സ് ഒക്കെ വരയ്ക്കുന്ന ഒരുപാട് സ്കൾപ്ചേഴ്സ് ഒക്കെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മരണത്തെ സൂചിപ്പിക്കുന്ന ഫിഗേഴ്സ് വരയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആർച്ച് ആൻഡ് ഡോം ഉണ്ടാക്കുക എന്ന് പറയാ. അതായത് ബിൽഡിങ്സിന്റെ ഒരു സിസ്റ്റമാണ് ആർച്ച് ആൻഡ് ഡോം എന്ന് പറയുന്നത്. ഒരു കൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ആർച്ച് ആൻഡ് ഡോം ഉണ്ടാക്കുക എന്ന് പറയും. അപ്പൊ ഈ ആർച്ച് ആൻഡ് ഡോം ഉണ്ടാക്കലൊക്കെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആർക്കിടെക്ചറൽ വർക്കായിരുന്നു. അപ്പൊ ഇത്രയുമാണ് അസീറിയൻസ് എന്ന് പറയുന്നവരുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അവരുടെ കിങ്ഡം എന്തായിരുന്നു എന്ന് പറഞ്ഞു, അവരെങ്ങനെയാണ് അതിനെ തരം തിരിച്ചിരിക്കുന്നു പറഞ്ഞു, അവിടുത്തെ പോളിറ്റിനെ കുറിച്ച്, സൊസൈറ്റിനെ കുറിച്ച്, സയന്റിഫിക് അച്ചീവ്മെന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അവിടുത്തെ റൂളേഴ്സിന്റെ ഒരു ഏകദേശം ചിത്രവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഷാൽഡിയൻസിനെയും അങ്ങനത്തെ കാര്യങ്ങൾ, ഷാൽഡിയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, മെയിൻ ആയിട്ടുള്ള റൂളേഴ്സിനെ കുറിച്ചും പറഞ്ഞു. അപ്പൊ ഇത്രയുമായിരുന്നു അസീറിയൻസിന്റെ ഒരു എംപയർ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് അക്കാഡിയൻസിനെ കുറിച്ചാണ്. അക്കാഡിയൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ അക്കാഡിയൻ എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2300 BC-യിലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ അക്കാഡിയൻ എംപയറിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടക്കുന്ന സമയത്ത് ഈ സൈറ്റിനെ കുറിച്ച് കാര്യമായിട്ടുള്ള എവിഡൻസസ് ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ഒരു സൈറ്റിനെ കുറിച്ചുള്ള റെക്കോർഡ്സ്, അക്കാഡ്സ് എന്ന് പറയുന്ന സൈറ്റിനെ കുറിച്ചുള്ള റെക്കോർഡ്സ് ഒക്കെ ലഭ്യമാകുന്നത്. അങ്ങനെ ലഭ്യമായ ഒരു കുറെ അതിന്റെ അടിസ്ഥാനത്തിൽ 2350 BC to 2050 BC, 2350 BC മുതൽക്ക് 2050 BC വരെയുള്ള കാലഘട്ടമായിരിക്കാം അക്കാഡിയൻ എംപയറിന്റെ കാലഘട്ടം എന്നാണ് കണക്കാക്കുന്നത്. ഇനി ഈ അക്കാഡിയൻസ് എന്ന് പറയുന്ന എംപയർ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്യുന്ന പറയുന്നത് സാർഗൺ എന്ന് പറയുന്ന എംപയർ, സാർഗൺ ദി ഗ്രേറ്റ് എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടത്, സാർഗൺ. അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു സിറ്റി ഓഫ് അക്കാഡ് എന്ന് പറയുന്ന സിറ്റിയുടെ ഫൗണ്ടർ ആയിട്ടെല്ലാം കണക്കാക്കുന്നത്. അങ്ങനെയാണ് ഒരു അക്കാഡിയൻ എംപയറിന്റെ തുടക്കവും വരുന്നത്. അപ്പോൾ അത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളർ, ഗ്രേറ്റ് റൂളറാണ് സാർഗൺ ദി ഗ്രേറ്റ്. ഇനി ഇദ്ദേഹത്തിന്റെ സമയത്ത്, സാർഗൺ ദി ഗ്രേറ്റിന്റെ സമയത്ത് മെസപ്പൊട്ടാമിയൻ റൂളേഴ്സിന്റെ ഒരു എന്താ പറയുക എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംപയറിന്റെ ഒരു വാസ്റ്റ് ഏരിയ ആയിട്ട് അത് മാറുന്നുണ്ട്. സിറിയ, ഇറാൻ, കുവൈറ്റ്, ജോർദൻ, തുർക്കി, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇവരുടെ എംപയർ വൈഡൻ ചെയ്യുന്ന അല്ലെങ്കിൽ വലുതായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ഒരു 150 ഇയേഴ്സോളം ഇവരുടെ ഒരു ഭരണം, ഈ അക്കാഡിയൻ എംപയറിന്റെ ഒരു ഭരണം കാണാനും സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് സാർഗൺ ദി ഗ്രേറ്റിനെ കുറിച്ച് നോക്കാം. അദ്ദേഹത്തിന്റെ ഭരണകാലം എന്ന് പറയുന്നത് 2334 BC മുതൽക്ക് 2279 BC വരെയുള്ള കാലഘട്ടമാണ് സാർഗൺ കൂടുതലായിട്ടും മിലിറ്ററി, സൈനികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, സൈനികപരമായിട്ടുള്ള ആക്രമണങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ മിലിറ്ററി ക്യാമ്പയിൻസിന് പ്രാധാന്യം നൽകിയ ഒരാളാണ് സാർഗൺ എന്ന് പറയുന്നത്. അദ്ദേഹം റോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ അല്ലെ, റോഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അതിന്റെ ഒരു ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുത്തിരുന്നു സാർഗൺ. പിന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ചെറിയ പോസ്റ്റൽ സിസ്റ്റം, ഇന്നത്തെ പോസ്റ്റൽ സിസ്റ്റം ആയിട്ടൊന്നും കമ്പയർ ചെയ്യരുത്, അന്നത്തെ ആ ഒരു മെത്തേഡിനെ പറയുന്നേ ഉള്ളൂ. ഒരു പോസ്റ്റൽ സിസ്റ്റം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതായിട്ടും കാണാൻ സാധിക്കും. ഇനി സാർഗന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ അധികാരത്തിലേക്ക് വരികയാണ്, റിമൂഷ്. 2279 BC-യിലാണ് റിമൂഷ് അധികാരത്തിലേക്ക് വരുന്നത്. റിമൂഷിന് ശേഷം മാൻഷിസ്റ്റു എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരാൾ വരുന്നുണ്ട്. മാൻഷ്ടിസു എന്ന് പറഞ്ഞിട്ടുള്ള റൂളർ വരുന്നതാണ്.
ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇഷ്ടാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിൾ കൺസ്ട്രക്ഷൻ ടെമ്പിൾ ഫോർ ഇഷ്ടാർ, നിനേവയില് ഒരു ടെമ്പിൾ പണിയാണ് ഇഷ്ടാർ എന്ന് പറഞ്ഞ ദൈവത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇഷ്ടാർ എന്ന് പറഞ്ഞിട്ടുള്ള ദൈവത്തിന് വേണ്ടി നിനേവയിൽ ഒരു ടെമ്പിൾ പണിയുന്നതൊക്കെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇനി ഒരു 2255 BC കൂടിയിട്ട് ഈ ഒരു കാലഘട്ടത്തിന്റെ തകർച്ചയിലേക്ക് വരികയാണ്. ഇവരുടെ തേർഡ് റൂളർ ആയിരുന്നു നാരംസിൻ എന്ന് പറയുന്ന റൂളർ. അക്കാഡിന്റെ മൂന്നാമത്തെ റൂളറാണ് നരാംസിൻ എന്ന് പറയുന്നത്. ഈ നരാംസിനും പിന്നീട് ഒരു 36 ഇയേഴ്സോളം ഭരിക്കുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ സമയത്ത് ഒരുപാട് പാലസസ്, ഒരുപാട് കൊട്ടാരങ്ങളെല്ലാം നിർമ്മിക്കുന്നുണ്ട്. പാലസ് ഓഫ് ടെൽ ബ്രാക്ക് ഇതേ സമയത്ത് വന്നതാണ്. ഈ നരംസിനിന്റെ കാലഘട്ടത്തിൽ വന്നതാണ് പാലസ് ഓഫ് ടെൽ ബ്രാക്ക് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് 2244 BC-യിലാണ്. ഈ ഒരു കാലഘട്ടത്തോട് കൂടിയിട്ട് അക്കാഡിയൻ എംപയറിന്റെ ഗ്ലോറി അവസാനിക്കുന്നതായിട്ട് കെയിം ടു എൻ എൻഡ്, അവസാനത്തിലേക്ക് വന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയുമാണ് സാർഗൺ ദി ഗ്രേറ്റും അദ്ദേഹത്തിന്റെ ഒരു പിൻതലമുറയുടെയും ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതായിരുന്നു അക്കാഡിയൻ എംപയറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരു 3 യൂണിറ്റ് ആയിട്ട് മെസപ്പൊട്ടാമിയയുടെ വിവിധങ്ങളായിട്ടുള്ള കൾച്ചേഴ്സിനെ പറഞ്ഞു. സുമർ ദ ഒറിജിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ബാബിലോണിയൻ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു, അസീറിയൻസിനെയും അക്കാഡിയൻസിനെയും കുറിച്ച് പറഞ്ഞു. ഇതൊക്കെയും ഒരു പാരലൽ ആയിട്ടും അല്ലെങ്കിൽ ഒന്നിനു ശേഷം ഒന്ന് എന്ന രീതിയിലോ ഓരോരോ കാലഘട്ടത്തില് പ്രാധാന്യത്തോടു കൂടി വന്നിട്ടുള്ള മെസപ്പൊട്ടാമിയയിലെ ഓരോ വംശങ്ങളാണ്, രാജവംശങ്ങൾ അല്ലെങ്കിൽ സെന്റേഴ്സ് ആണ്, സിറ്റി സ്റ്റേറ്റ് സെന്റേഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇനി നമ്മള് പറഞ്ഞു സെമറ്റിക് മതങ്ങളായിട്ട് അല്ലെങ്കിൽ സെമറ്റിക് മതങ്ങളുടെ ഭാഷകളുമായിട്ടെല്ലാം ഒരുപാട് ബന്ധമുണ്ട് ഈ ഒരു കൾച്ചറിന്, ഈ മെസപ്പൊട്ടാമിയൻ കൾച്ചറിന് എന്ന് പറഞ്ഞല്ലേ. ഈ അറബിക്, ഹീബ്രു തുടങ്ങിയ ഭാഷകളൊക്കെ ഈ ഒരു സെമറ്റിക് ലാംഗ്വേജസിന്റെ ഭാഷകളൊക്കെ ഈ മെസപ്പൊട്ടാമിയൻ ഭാഷകളുമായിട്ട് ഒരുപാട് സാമ്യമുള്ളതായിട്ട് അല്ലെങ്കിൽ അവരുടെ രീതിയുമായിട്ട് അക്കാഡിയൻസിന്റെ പറയുന്ന ഭാഷയുമായിട്ട് ഒരുപാട് സാമ്യമുള്ളതായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. ഇനി ഈ സാർഗൺ എന്ന് പറഞ്ഞ വ്യക്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാർഗണെ 4 എംപയേഴ്സിന്റെ 4 കോർണേഴ്സ് ഓഫ് ദി വേൾഡിന്റെ കോൺക്വറർ ആയിട്ട് അല്ലെങ്കിൽ 4 കോർണേഴ്സ് അറ്റാക്ക് ചെയ്തൊരു വ്യക്തിയായിട്ടെല്ലാം സാർഗണെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഹമ്മുറാബി, ബാബിലോണിന്റെ കാലഘട്ടം, കോഡ് ഓഫ് ലോ, ഈ ഒരു സംഭവമൊക്കെ സാർഗന്റെ സമയത്തേക്ക് പിന്നെയും റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനിൽ ലാസ്റ്റത്തേക്ക് വരുമ്പോൾ ഈ അക്കാഡിയൻ സമയത്തൊക്കെ പിന്നെയും ഹമ്മുറാബിയുടെ ലോസ് ഒക്കെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സോഷ്യോ എക്കണോമിക് സിസ്റ്റം എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഈ ഒരു മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ വിവിധ കാലഘട്ടങ്ങളുടെ ഒരു ഹിസ്റ്ററി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ ഷാൽഡിയൻസോട് കൂടിയിട്ട് ഒരു 9th 7th സെഞ്ചുറി BC-യിലെ ചാൽഡിയൻസിന്റെ കാലമൊക്കെ പറഞ്ഞു. അതൊക്കെയാണ് ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് വരുന്ന മെസപ്പൊട്ടാമിയൻ എംപയറിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പൊ ഇത്രയുമാണ് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ ഒരു ഫേസ് എന്ന് പറയുന്നത്. താങ്ക് യു.